അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റിയാക്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതേക്കുറിച്ച് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ദയവായി കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം എന്നാൽ മാത്രമേ എനിക്ക് പിന്നീട് അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ എങ്ങനെയാണ് റിയാക്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ മറ്റൊരു സംഗതി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഡോം അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഒരു വെബ് പേജ് അത് എന്ത് തന്നെയും ആയിക്കോട്ടെ, അത് ബ്രൗസറിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രൗസറിൽ അതിൻ്റെ ഓരോ സെക്ഷൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറുണ്ട്. അഥവാ ഒരു പ്രത്യേക രീതിയിൽ ആ സൈറ്റിൽ എത്ര കള്ളികളുണ്ട്, ഓരോന്നിൻ്റെയും കളർ എന്താണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ രേഖപ്പെടുത്തി വെക്കും. അതിന് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ അല്ലെങ്കിൽ ഡോം എന്നാണ് അത് ആ ഒരു പട്ടികയെ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു ഡാറ്റ സ്ട്രക്ചറെ നമ്മൾ വിളിക്കുന്നത് അങ്ങനെയാണ്. ഈ സാധാരണഗതിയിൽ വെബ്സൈറ്റ് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകുമ്പോൾ ഈ ഡോം പൂർണ്ണമായിട്ടും റിഫ്രഷ് ചെയ്യപ്പെടുന്നുണ്ട്, അഥവാ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിന് അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. ഇവിടെയാണ് റിയാക്ട് അവരുടെ വിർച്വൽ ഡോം എന്ന് പറയുന്നത് ഒരു സങ്കല്പം കൊണ്ടുവന്നത്. വിർച്വൽ ഡോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേടെ ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു നാവിഗേഷൻ നടക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ ഫീൽഡുകളിലാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണോ മാറ്റം വന്നിട്ടുള്ളത് അത് മാത്രം ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു ഡോം, അതായത് ശരിക്കുള്ള ബ്രൗസറിൻ്റെ ഗൂഗിൾ ക്രോമോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ എഡ്ജോ സഫാരിയോ എന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ഡോമിനെ ഒന്നും ചെയ്യാണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ച് അതിലാണ് ഈ റിയാക്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നടക്കും. എന്നിട്ട് ആ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട വിർച്വൽ ആയിട്ടുള്ള ഡോമും ശരിക്കുള്ള ബ്രൗസറിനകത്തുള്ള ഡോമും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എവിടെയാണ് ഡിഫറൻസ് ഉള്ളത് ആ ഭാഗം മാത്രം മാറ്റം വരുത്തും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈം ലാഗ് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ അവർക്ക് പറ്റും. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഇപ്രകാരമാണ് ഫേസ്ബുക്ക് ചെയ്തത്. ഫേസ്ബുക്ക് ഇതിനോട് യൂസ് ചെയ്തൊരു അൽഗോരിതം ഉണ്ട്, ഡിഫിംഗ് അൽഗോരിതം എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു വിർച്വൽ ഡോം എന്ന പേരിൽ ശരിക്കുള്ള ഡോമിൽ കോപ്പി എടുത്ത് അവിടെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതും ശരിക്കുള്ള ഡോം നമ്മൾ കമ്പയർ ചെയ്ത് അത് റിഫ്രഷ് ചെയ്യിക്കും. അപ്പോൾ ഈ അൽഗോരിതം കണ്ടുപിടിച്ച ആൾ ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഫേസ്ബുക്കിലെ ഒരു പ്രശസ്തനായ എഞ്ചിനീയറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ഒരു ബുദ്ധിയിലാണ് ഇങ്ങനെ ആരോഗ്യ ഒരു കാര്യം ഉദിച്ചത്. അപ്പോൾ നമ്മൾ റിയാക്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കമൻറ്റ്സ് ആൻഡ് കമൻറ്റ്സ്.